അതെ, ഇന്ന് നമുക്ക് മസാലകളൊന്നുമില്ലാത്ത ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് ആദ്യമേ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയൊരു ബീഫ് ഫ്രൈ ആണ്. ഒരാഴ്ച 2 ആഴ്ചയാണെങ്കിലും കേടാകാതിരിക്കും. അത്രയും അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യമേ നമ്മളൊരു ചട്ടി അടുപ്പേ വെച്ചു. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് വേണം ഇതുണ്ടാക്കാനേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തോട്ട് നമ്മൾ 1 പിടി തേങ്ങ കൊത്തിയത് ഇട്ട് കൊടുത്തു. നല്ല കനം കുറച്ച് നല്ല തേങ്ങ കൊത്തിയത് പച്ചത്തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ട് നമ്മൾ 1 പിടി ഉള്ളി ഇട്ട് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞുള്ളി ഇപ്പോൾ പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനും കുറച്ച് ദിവസം വെക്കാനും ഒക്കെയാണ് നമ്മൾ കുഞ്ഞുള്ളി ചേർക്കേണ്ടത്. ചിലപ്പോൾ അത് വളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ വീട്ടിൽ കൂട്ടാനും 2 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴരുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും നമ്മുടെ ചില്ലി ഫ്ലെക്സ് ആണ്. നമ്മൾ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലെക്സ്, ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഞാനൊരു 3 സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തേങ്ങാക്കൊത്തും ആ ചില്ലി ഫ്ലെക്സും നമ്മുടെ ഉള്ളിയും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റി ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ആ ചില്ലി ഫ്ലെക്സൊക്കെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ആ വെള്ളവും കൂടെ കൂട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ വേവിന് ഇച്ചിരി കുറവുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വറ്റിക്കോളും. അപ്പോൾ ബീഫ് ഒത്തിരി അങ്ങ് നമ്മുടെ കുക്കറിനകത്ത് വെച്ച് വെന്ത് കുഴഞ്ഞു പോകരുത്. എന്നാൽ ഒരു 3/4 നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിയെടുക്കണം. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് ഉപ്പ് നമ്മൾ ബീഫിനിട്ട് ആടുന്ന് വേവിച്ചത്. ഇനി വേണമെങ്കിൽ അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് ഇളക്കി കൊടുത്ത് നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ബീഫ് മസാലകളില്ലാത്ത ബീഫ് ഫ്രൈ നമ്മൾ ആകെ അതിനകത്ത് ഇട്ടത് മുളക് ഇടിച്ചിട്ടത് മാത്രമേ ഉള്ളൂ. കുരുമുളകോ മസാലകളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ലപോലെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അത് നല്ല ചൂടുകട്ടിയുള്ള പാത്രത്തിലാണ് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ നല്ലപോലെ ചെറു തീയെ വെച്ച് നന്നായിട്ട് ഇളക്കി വരട്ടി എടുത്ത് നല്ല കറുത്ത കളറിയിരിക്കും നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ, മസാലകളില്ലാത്ത ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം പിള്ളേർക്കൊക്കെ പുറത്തേക്ക് ഹോസ്റ്റലിലൊക്കെ കൊടുത്തു വിടണം. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു വിട്ടതെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.